ദേശീയ മൃഗമായ ബീവർ കാട്ടിലെ എഞ്ചിനീയർ എന്ന വിശേഷണത്തിന് അർഹനാണ്. ഈ കരണ്ട് തീനി വർഗത്തിൽപ്പെട്ട ജീവിയുടെ അണക്കെട്ട് നിർമ്മാണ വൈദഗ്ധ്യം പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. തണുപ്പേറിയ വടക്കേ അമേരിക്കൻ വനങ്ങളിലും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും കാണപ്പെടുന്ന ബീവറുകൾ അവയുടെ അതുല്യമായ ജീവിതശൈലിയും പരിസ്ഥിതിയിൽ വരുത്തുന്ന മാറ്റങ്ങളും കൊണ്ട് ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നു. ബീവർ ഒരു സസ്തനിയാണ്. കരണ്ട് തീനി വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ ജീവികളിൽ ഒന്ന്. 60 മുതൽ 120 സെന്റിമീറ്റർ നീളവും 16 മുതൽ 35 കിലോഗ്രാം ഭാരവുമുള്ള ഈ ജന്തുക്കൾ തങ്ങളുടെ പരന്ന വാലും ശക്തമായ പല്ലുകളും കൊണ്ട് പ്രസിദ്ധമാണ്. ഈ വാൽ പങ്കായം പോലുള്ള രൂപഭാവത്തോടെ നീന്തലിനും ബാലൻസ് നിലനിർത്തുന്നതിനും മാത്രമല്ല, അപകട സൂചനകൾ നൽകാനും ഉപയോഗിക്കുന്നു. വെള്ളത്തിലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം കേട്ട് മറ്റു ബീവറുകൾ ജാഗ്രത പാലിക്കും. ബീവറുകൾ സസ്യാഹാരിയാണ്. മരപ്പട്ട, ഇലകൾ, വേരുകൾ, ചെറുകമ്പുകൾ, ജലസസ്യങ്ങൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. ശൈത്യകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കാൻ ഇവ മുൻകരുതലെടുക്കുന്നു, പ്രത്യേകിച്ച് വെള്ളത്തിനടിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന മരക്കമ്പുകൾ. ബീവറുകൾ സാമൂഹ്യ ജീവികളുമാണ്. ഇവ സാധാരണയായി മാതാപിതാക്കളും 1-2 വർഷങ്ങൾക്കുള്ളിൽ ജനിച്ച കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. ഈ കുടുംബം തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്ത് സാധാരണയായി ഒരു നദിയിലോ അരുവിയിലോ തടാകത്തിലോ ഒരൊറ്റ ലോഡ്ജ് അഥവാ കൂട് നിർമ്മിച്ച് അതിലാണ് വസിക്കുന്നത്. ഈ ലോഡ്ജുകൾ മരച്ചില്ലകളും ചെളിയും കല്ലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച വലിയ കൂടാരങ്ങളാണ്. ഇവയുടെ പ്രവേശന കവാടം എല്ലായ്പ്പോഴും വെള്ളത്തിനടിയിലായിരിക്കും. ഇത് വേട്ടക്കാരിൽ നിന്നും സംരക്ഷണം നൽകുന്നു. തണുപ്പുകാലത്ത് വെള്ളം ഉറഞ്ഞു കട്ടയാകുമ്പോൾ ലോഡ്ജിനുള്ളിൽ ആവശ്യത്തിന് ചൂട് നിലനിർത്താൻ ഇവയ്ക്ക് സാധിക്കാറുമുണ്ട്. ബീവറുകൾ ഏകഭാര്യത്വം അഥവാ മോണോഗമസ് ആയ ജീവികളാണ്. അതായത് ഒരു ബീവർ ഒരു ജീവിതകാലം മുഴുവൻ ഒരേ ഇണയോടൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. വസന്തകാലത്താണ് ഇവ സാധാരണയായി ഇണചേരുക. വെള്ളത്തിലടിയിലാണ് ഇവ ഇണചേരാറുള്ളത്. ബീവറുകൾക്ക് ഏകദേശം 105 മുതൽ 107 ദിവസം വരെയാണ് ഗർഭകാലം. ഒരു പ്രസവത്തിൽ ഏകദേശം 1 മുതൽ 4 വരെ കുഞ്ഞുങ്ങളും ഉണ്ടാകാം. ഇവയെ കിറ്റുകൾ എന്നാണ് വിളിക്കുക. സാധാരണയായി ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായ രോമവും തുറന്ന കണ്ണുകളും ഉണ്ടാകും. ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവയ്ക്ക് നീന്താനും സാധിക്കും. പക്ഷേ ആദ്യത്തെ ഏതാനും ആഴ്ചകളിൽ അമ്മയുടെ പാൽ കുടിച്ചാണ് ഇവ വളരുന്നത്. മാതാപിതാക്കൾ ഇരുവരും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അമ്മ പാൽ നൽകുകയും കുഞ്ഞുങ്ങളെ പരിചരിക്കുകയും ചെയ്യുമ്പോൾ അച്ഛൻ കുടുംബത്തിനുള്ള ഭക്ഷണം കണ്ടെത്താനും ലോഡ്ജ് നന്നാക്കാനും സംരക്ഷിക്കാനും സഹായിക്കുന്നു. പ്രായമായ കുഞ്ഞുങ്ങൾ പുതിയ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിലും പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലും സഹായിക്കാറുണ്ട്. ഏകദേശം 2 വർഷത്തോളം കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്നു. ഈ സമയത്ത് അവ അണക്കെട്ട് നിർമ്മിക്കാനും ഭക്ഷണം ശേഖരിക്കാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള കഴിവുകളും പഠിക്കും. 2 വയസ്സാകുമ്പോൾ ഈ ബീവറുകൾ സ്വന്തമായി ഒരു പുതിയ പ്രദേശം കണ്ടെത്താനും സ്വന്തം കുടുംബം തുടങ്ങാനും കൂടുവിട്ടു പോകും. ഈ ജീവിതചക്രം ബീവർ സമൂഹത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. ബീവറുകളുടെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത അവയുടെ അണക്കെട്ട് നിർമ്മാണ കഴിവാണ്. ഒരു ബീവർ ഇണയെ കണ്ടെത്തിയ ശേഷം അനുയോജ്യമായ ഒരു പുഴയോ അരുവിയോ തേടി യാത്ര തിരിക്കുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് മന്ദഗതിയിലാക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തിയാൽ അവിടെ അണക്കെട്ട് നിർമ്മിക്കാൻ തുടങ്ങും. ഇതിനായി ബീവറുകൾ തങ്ങളുടെ ശക്തമായ പല്ലുകൾ ഉപയോഗിച്ച് വലിയ മരങ്ങൾ കടിച്ചു വീഴ്ത്തുന്നു. ഒരു മരം വീഴ്ത്താൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുത്തേക്കാം. എന്നാൽ ബീവറിന്റെ ക്ഷമയും അധ്വാനവും അതിനെ തടയില്ല. മരങ്ങൾ വീഴ്ത്തിയ ശേഷം അവയെ പുഴയ്ക്ക് കുറുകെ വിന്യസിക്കും. മരക്കഷ്ണങ്ങൾ, ചുള്ളിക്കമ്പുകൾ, പായൽ, ചെളി എന്നിവയുപയോഗിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്ന ഒരു ഘടനയും രൂപപ്പെടുത്തും. ഈ അണക്കെട്ടുകൾ വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിനെ പോലും പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. ചില അണക്കെട്ടുകൾ 100 മീറ്റർ വരെ നീളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ബീവറിന്റെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ശക്തി വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബീവർ അണക്കെട്ട് കാനഡയിലെ ആൽബർട്ടയിലെ വുഡ് ബഫല്ലോ നാഷണൽ പാർക്കിൽ 850 മീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇത് ഉപഗ്രഹ ചിത്രങ്ങളിൽ പോലും ദൃശ്യമാണ്. അണക്കെട്ട് പൂർത്തിയായാൽ ബീവറുകൾ തങ്ങളുടെ വീടായ ലോഡ്ജ് നിർമ്മിക്കും.
ഇത് സാധാരണയായി 2 നിലകളുള്ള ഒരു ഘടനയാണ്, വെള്ളത്തിനടിയിലെ പ്രവേശന കവാടങ്ങളോട് കൂടിയത്. ഈ പ്രവേശന മാർഗങ്ങൾ കുറുക്കൻ, കരടി തുടങ്ങിയ ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ലോഡ്ജിനുള്ളിൽ വിശ്രമിക്കാനുള്ള സ്ഥലം, ഭക്ഷണം സംഭരിക്കാനുള്ള മുറി, കുടുംബത്തിനുള്ള ഇടം എന്നിവയുണ്ടാകും. കാറ്റും വെളിച്ചവും കടക്കാൻ ചെറിയ പൊത്തുകളും അകത്തേക്ക് കയറുന്ന വെള്ളം നീക്കം ചെയ്യാൻ ചാലുകളും ബീവറുകൾ സജ്ജീകരിക്കുന്നു. ബീവറുകൾ വെറും നിർമ്മാണ വിദഗ്ധർ മാത്രമല്ല, അവ പരിസ്ഥിതി വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. അവയുടെ അണക്കെട്ടുകൾ പുഴകളിലും അരുവികളിലും വെള്ളം തടഞ്ഞു നിർത്തി തണ്ണീർത്തടങ്ങൾ സൃഷ്ടിക്കും. ഈ തണ്ണീർത്തടങ്ങൾ മത്സ്യങ്ങൾ, പക്ഷികൾ, ഉഭയജീവികൾ തുടങ്ങി നിരവധി ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയുമൊരുക്കും. ഉദാഹരണത്തിന്, ബീവർ അണക്കെട്ടുകൾ മൂലം രൂപപ്പെടുന്ന തടാകങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന ചില മത്സ്യയിനങ്ങൾക്ക് പ്രജനന സ്ഥലമായും മാറാറുണ്ട്. ഇതിനു പുറമെ ബീവറുകൾ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിനും വരൾച്ച തടയുന്നതിനും സഹായിക്കുന്നു. അവയുടെ അണക്കെട്ടുകൾ മണ്ണൊലിപ്പ് കുറയ്ക്കുകയും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുകയും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശാസ്ത്രജ്ഞർ പരിസ്ഥിതി എഞ്ചിനീയർ എന്ന് വിശേഷിപ്പിക്കുന്ന ബീവറുകൾ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ അനിഷേധ്യമായ പങ്കും വഹിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ബീവറുകളുടെ അണക്കെട്ടുകൾ മനുഷ്യർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കൃഷിയിടങ്ങളിലേക്കോ റോഡുകളിലേക്കോ വെള്ളം കയറുന്നത് തടയാൻ ചില പ്രദേശങ്ങളിൽ ബീവർ അണക്കെട്ടുകൾ നീക്കം ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ബീവറുകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ബീവർ ഡിസീവർ എന്നറിയപ്പെടുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് അണക്കെട്ടുകൾ മൂലമുള്ള വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നു, ബീവറുകളെ ദോഷകരമായി ബാധിക്കാതെ തന്നെ. ബീവറുകൾ പ്രകൃതിയുടെ എഞ്ചിനീയർമാർ എന്ന വിശേഷണത്തിന് യഥാർത്ഥാർത്ഥത്തിൽ അർഹരാണ്. അവയുടെ അണക്കെട്ടുകളും ലോഡ്ജുകളും മാത്രമല്ല, പരിസ്ഥിതിയിൽ അവർ വരുത്തുന്ന മാറ്റങ്ങളും അവയെ അതുല്യമാക്കുന്നു. ഈ ചെറിയ ജീവികൾ തങ്ങളുടെ കഠിനാധ്വാനവും സർഗാത്മകതയും കൊണ്ട് മനുഷ്യർക്ക് പോലും പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ നൽകുന്നു. ബീവറുകളെ സംരക്ഷിക്കുന്നത് നമ്മുടെ ജലസമ്പത്തിന്റെയും ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിനും അനിവാര്യമാണ്.